ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന ദിനങ്ങളെ, ദനഹായുടെ ദിനങ്ങളെ ദനഹാകാലം എന്നാണ് പറയുന്നത്. ഈ കാലത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈശോമിശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഈശോയുടെ ദനഹാകളായി മാറിയ വിശുദ്ധരെ സുറിയാനി സഭ സാഘോഷം അനുസ്മരിക്കുന്നു. ദനഹാനന്തര ആദ്യ വെള്ളിയിൽ അനുസ്മരിക്കുന്നത് സ്നാപക യോഹന്നാനെയാണ്. അബ്യായുടെ ഗണത്തിൽപ്പെട്ട സഖറിയ പുരോഹിതനും അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട വന്ധ്യ എന്നറിയപ്പെട്ടിരുന്ന എലിസബത്തിനും വാർദ്ധക്യത്തിൽ ജനിച്ച ഏകപുത്രനാണ് യോഹന്നാൻ. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ച പരുക്കനായൊരു മനുഷ്യൻ ഉള്ളത് പറയും, അത് തുറന്നു തന്നെ പറയും. ഹെറോദോസ് രാജാവിനോടായാലും മതമേലധ്യക്ഷന്മാരോടായാലും മനസ്സിലെ മലിനതകളൊക്കെയും മാറ്റുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് മറകൂടാതെ വിളിച്ചു പറഞ്ഞ സന്യാസി വര്യൻ. പാപവും പാപമാർഗങ്ങളും വിട്ടുപേക്ഷിക്കാത്തവരുടെ മുഖത്തു നോക്കി അണലി സന്തതികളെ എന്ന് വിളിക്കാൻ മടിക്കാത്ത കർമ്മധീരൻ. ഹൃദയത്തിൽ ദൈവത്തിനിടം കൊടുക്കാത്തൊരു രാജാവിന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയ യുവസുന്ദരിയും അവളുടെ അമ്മയും ചേർന്നൊരു ഗൂഢാലോചനയൊരുക്കിയപ്പോഴും സ്നാപക യോഹന്നാൻ എന്ന പ്രവാചകന്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെടുത്തി തളികയിലെടുത്തു വയ്ക്കുമ്പോഴും സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. മിശിഹായെ പ്രഘോഷിക്കുകയായിരുന്നു. മിശിഹായുടെ ദനഹയായി മാറുകയായിരുന്നു. പ്രത്യക്ഷീകരണത്തിന്റെ നേർസാക്ഷ്യമായി മാറുകയായിരുന്നു. ആമേൻ.